ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഹെയർ ബണ്ണാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു നെറ്റ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. 4.5 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 2 മീറ്റർ നീളവുമാണ് ഈ ഒരു ക്ലോത്തിനുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. കയ്യിൽ ഇനി 1 മീറ്റർ തുണിയാണെങ്കിൽ ഇതിനെ 2 പീസുകളാക്കി മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതാ നെറ്റ് ക്ലോത്തിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു എലാസ്റ്റിക്കിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഷൈൻ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ വർക്കുകൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അതിനെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഈ ഒരു സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി കൈകൊണ്ട് തുന്നിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അതിലേക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തമായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എലാസ്റ്റിക്കിനെ നല്ല രീതിയിലൊന്ന് വലിച്ചെടുക്കാം. നമുക്കൊരു ബണ്ണിൻ്റെ ആ ഒരു അളവിനനുസരിച്ച് അത്രയും നമുക്കിതുപോലെ ഒന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു അറ്റം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ 2 എഡ്ജുകൾ ചേർത്ത് ഒന്ന് തുന്നിയെടുക്കാം. വിട്ടു പോരാത്ത തരത്തിൽ മാക്സിമം അതിലേക്ക് ചേർത്ത് തുന്നിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ എല്ലാ ഞൊറിവുകളും എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ 4 ലെയറുകളും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. 18 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 1 ഇഞ്ച് വീതിയുള്ള ഒരു റിബണാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് ഈ ഒരു രീതിയിലൊന്ന് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ബണ്ണിലേക്ക് അതിനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഫ്ലവറുകൾ കൂടി വേണം. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു റിബൺ എടുത്തിട്ടുണ്ട്. ഇത് 4 ഇഞ്ച് വീതിയുള്ള റിബണാണ്. അതിന് ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും 4 മടക്കുകൾ മടക്കിയെടുക്കുക. അതിന് നേരെ ബാക്കിലേക്കൊന്ന് പിടിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ ഞൊറിവുകളിട്ട് ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണോ ഫ്ലവറിൻ്റെ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ഈ ഒരു മടക്കുകൾ ഇങ്ങനെ മടക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടുന്നതാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറേ അധികം ഫ്ലവറുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് ഈ ഒരു ബൺസിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. എന്തായാലും ഒന്ന് പറയുക കേട്ടോ. അടുത്ത ദിവസം കിടിലനായിട്ടുള്ള ഒത്തിരി വീഡിയോസുമായിട്ട് വരാനുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക്